മക്കളെ പ്രഡിക്ഷൻ ആണ് മക്കളെ പ്രഡിക്ഷൻ മാത്രമല്ല വെറുതെ പ്രഡിക്റ്റ് ചെയ്തിട്ട് പോകുമൊന്നുമല്ല ഈ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ ഈ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്? വീഡിയോ വന്നേക്കാല്ലേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണ്ടേ? എന്താ ലൈക്ക് ചെയ്യാത്തത്? ലൈക്ക് ചെയ്യൂ, പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. പെട്ടെന്ന് ലൈക്ക് ചെയ്തേ, വീഡിയോ ലൈക്ക് ചെയ്തേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 3-ൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ 3 വീഡിയോസിനാണ് നോട്ടിഫിക്കേഷൻ പോവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ആവശ്യമുള്ള നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ പേജ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് നോക്കുക പുതിയത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ ഓരോ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ വന്നോളൂ, ഒന്നും മിസ്സായി പോവില്ല. ഇതൊന്ന് പറഞ്ഞ താഴെ കമന്റ് ബോക്സിൽ. എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ? ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ കമന്റ് ചെയ്തേ. സോ പ്രഡിക്റ്റ് ചെയ്യുന്നു, നാളത്തെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? Henry Fayol propounded 14 principles of management. Explain any 5 among them. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി 8 among them. 8 5 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും. ഞാനിവിടെ 8 5 അല്ല നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന 14 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, സോ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളില് ഹെൻറി ഫയോൾ എന്താ പറയുന്നേ? ഒരു സ്ഥാപനത്തിലെ ഏത് വർക്കാണെന്നുണ്ടെങ്കിലും ആ വർക്ക് എന്ത് ചെയ്യണം? ചെറിയ ചെറിയ മാനേജബിൾ ടാസ്ക് ആക്കി, അതായത് നമുക്ക് ഓരോരുത്തർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ എംപ്ലോയിയുടെ കഴിവും ക്വാളിഫിക്കേഷനും ഒക്കെ അനുസരിച്ചിട്ട് അയാൾക്കത് അലോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ വർക്കാണ്, അയാൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിലൂടെ അയാൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. അതാണ് ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്നാൽ അതിൻ്റെ അർത്ഥം പവർ എന്നാണ്. അതോറിറ്റി, പവർ. എന്ത് പവറാ? ഓർഡേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പവർ. സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഓർഡേഴ്സ് ഇട്ട് ഓരോന്നും ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. മക്കളെ മഴയുണ്ടോടാ? പുറത്ത് ഭയങ്കര മഴയാണ്, അതാണ് ഈ എരമ്പൽ കേൾക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് എക്സാം ആയതുകൊണ്ട് ഇനിയും ലേറ്റ് ആക്കി വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തേതാണ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ലിഗേഷൻ ആണ്. റെസ്പോൺസിബിലിറ്റി മീൻസ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ബാധ്യത. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത. സോ ഇതിൽ പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലൊരു ബാലൻസ് വേണം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തേത് ഡിസിപ്ലിൻ. ഡിസിപ്ലിനിൽ എന്താ പറയുന്നേ? ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ഒബീഡിയൻസ്, ഒരു അച്ചടക്കം ഉണ്ടാകണം, അതോറിറ്റിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ടാകണം, അതേപോലെ തന്നെ കുറേ റൂൾസ് ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ഒബീഡിയൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഒബീഡിയൻസ് ഉണ്ടെങ്കിലാണ് ഒരു വർക്ക്, ഡിസിപ്ലിൻ ഉണ്ടെങ്കിലാണ് ഒരു ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. നാലാമത്തേതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം 1 superior ഓൺലി. ഒരു സുപ്പീരിയറുടെ അടുത്തു നിന്നാണ് ഒരു എംപ്ലോയി ഓർഡർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒന്നിലധികം സുപ്പീരിയേഴ്സ് ഒരേ സമയം തന്നാലേ, ഏറ്റവും വലിയ എക്സാമ്പിൾ, നിങ്ങൾക്ക് ടീച്ചേഴ്സ് ചില സമയത്ത് ടെസ്റ്റ് പേപ്പർ പറയാറില്ല. ടെസ്റ്റ് പേപ്പർ പറയുമ്പോൾ എങ്ങനെയാ? എല്ലാ ടീച്ചേഴ്സും കുറേ ടീച്ചേഴ്സ് ഒരേ ദിവസം പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല, കൺഫ്യൂഷൻ ആകും. അതേപോലെ തന്നെ ഒന്നിലധികം സുപ്പീരിയറുടെ അടുത്ത് നിന്ന് ഓർഡർ കിട്ടിയാൽ അത് കൺഫ്യൂഷനിലേക്ക് നയിക്കും. അഞ്ചാമത്തേതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും അല്ലേ? പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒറ്റക്കൊറ്റക്കുള്ള ഒബ്ജക്റ്റീവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു യൂണിറ്റ് വേണമല്ലോ. ഇവരുടെ എല്ലാം ദിശ ഒരേ ഡയറക്ഷനിലേക്കായിരിക്കണം. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതായിരിക്കണം ഇവരുടെ എല്ലാവരും കോമൺ ഗോള്. അതിനു വേണ്ടിയിട്ടാണ് പല ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും ഡയറക്ഷൻ ഒന്നായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ആറാമത്തേതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഓരോ സ്ഥാപനത്തിൽ ഓരോ എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശമ്പളം, റെക്കഗ്നിഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിൽ പറയുന്നത് നമ്മുടെ ആ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റിനെക്കാട്ടും നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്താണ്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓർഗനൈസേഷന് ഇൻട്രസ്റ്റിനാണ്. ദെൻ ഏഴാമത്തേതാണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷനിൽ പറയുന്നത് ഓരോ ജോലിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം.
ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള റെമ്യൂണറേഷൻ വരുമാനം കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് എംപ്ലോയീസ് ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. ദെൻ എട്ടാമത്തേതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുന്ന അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ്, അതായത് കുറച്ച് ആളുകൾ മാത്രം ചേർന്നിട്ട്, ടോപ്പ് മാനേജ്മെന്റ് അതാണല്ലോ, അവർ മാത്രം ചേർന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. അതല്ല, എല്ലാ ലെവലിലേക്കും കുറെ ഫ്രീഡം ഒക്കെ കൊടുത്തിട്ടുണ്ട് തീരുമാനങ്ങൾ എടുക്കാനെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ കംപ്ലീറ്റ് സെൻട്രലൈസേഷനും നല്ലതല്ല, കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷനും നല്ലതല്ല. ഇത് രണ്ടും നമ്മളൊരു ബാലൻസ് വേണം എന്നുള്ളതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനിൽ പറയുന്നത്. ഒൻപതാമത്തേതാണ് സ്കലാർ ചെയിൻ. സ്കലാർ ചെയിനിൽ എന്താ പറയുന്നത്? സ്കലാർ ചെയിന് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു സ്ഥാപനത്തിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെയാണ് പാസ് ചെയ്യാൻ പാടുള്ളൂ. പത്താമത്തേതാണ് ഓർഡർ. ഓർഡറിൽ എന്താ പറയുന്നത്? ഒരു സ്ഥാപനത്തിൽ എല്ലാ സാധനത്തിനും, അതായത് മെറ്റീരിയലിനാണെങ്കിലും മനുഷ്യർക്കാണെന്നുണ്ടെങ്കിലൊക്കെ എന്തായിരിക്കണം? ഓർഡർ ഉണ്ടായിരിക്കണം. ദെൻ 11ാമത്തേത് പറഞ്ഞ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി. അവിടെ എന്ത് പാടില്ല? യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 12ാമത്തേത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ. മാനേജേഴ്സ് ആയാലും വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരെ കൂടെ അവർ പൊസിഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കരുത്, മാറ്റിക്കൊണ്ടിരിക്കരുത്. കാരണം ഒരാൾ ട്രാൻസ്ഫർ കിട്ടി ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലമായിട്ട് അഡ്ജസ്റ്റ് ആകാനൊക്കെ ഒരു സമയം എടുക്കൂല, കുറച്ച് സമയം വേണം. അപ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ 13ാമത്തേത് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവിൽ പറയുന്നത് മുൻകൈ എടുക്കുക എന്ന് പറയില്ലേ, അതാണ്. അതായത് ഓരോ മാനേജർ, ഓരോ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസും അവരവർ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം. ലാസ്റ്റ് വണ്ണാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. ഇതിൽ പറയുന്നത് ടീം വർക്കാണ്. മാനേജേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം? എംപ്ലോയീസിനെയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? Then next question, explain any 5 features of planning. പ്ലാനിങ്ങിൻ്റെ 5 ഫീച്ചേഴ്സ്. പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ് അല്ലേ? ഏതൊരു സ്ഥാപനമാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റീവ്, എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാനുണ്ടാകും. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്കാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഉണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ പ്ലാനിങ് ആണ്. ബാക്കിയെല്ലാം അതിന് ശേഷമുള്ളൂ. പ്ലാനിങ് ഈസ് പെർവാസീവ്, അതായത് പ്ലാനിങ് മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലും ആവശ്യമുണ്ട്. ടോപ്പ് മാനേജ്മെന്റിലും മിഡിലും ലോവർ ലെവലിലും ഒക്കെ പ്ലാനിങ് ആവശ്യമുണ്ട്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പ്ലാൻ തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പുതിയ പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ? പ്ലാനിങ് എപ്പോഴും എന്താണ്? ഭാവിയിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിന് തയ്യാറെടുക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ 5 ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പ്രഡിക്ഷൻ ആണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? പ്ലാനിങ് സ്റ്റെപ്പിന്റെ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേതാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ്. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ കുറേ അസംഷൻസ് എടുക്കില്ല, നമ്മൾ കുറേ വിചാരിക്കില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള. അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ എടുക്കുന്ന അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാനിങ് പ്രിമൈസസ് നമ്മൾ സെറ്റ് ചെയ്യണം. പ്ലാനിങ് പ്രിമൈസസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ, നമുക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണമല്ലോ, അതിന് സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും, അതാണ് ഓൾട്ടർനേറ്റീവ്സ്, എല്ലാ വഴികളും കണ്ടുപിടിക്കണം. ഒരുപാട് വഴികളുണ്ടാവും നമുക്കത് അച്ചീവ് ചെയ്യാൻ. എല്ലാ വഴിയും കണ്ടുപിടിക്കാം. നാലാമത് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ മെറിറ്റ്സും അതിൻ്റെ ഡീമെറിറ്റ്സും എല്ലാം എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ മെറിറ്റും കുറവ് ഡീമെറിറ്റും ഉള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് 5ാമത്തെ സ്റ്റെപ്പ്. ദെൻ ആ പ്ലാൻ നടപ്പിൽ വരുത്തുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റെപ്പ്. 7ാമത്തേതാണ് ഫോളോ അപ്പ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്ത് വച്ചതുപോലെ തന്നെ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പോലെ തന്നെയാണോ നടക്കുന്നത്, ഷോർട്ട് ഫാൾസ് എന്തെങ്കിലും ഉണ്ടോ, പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ എനി 3 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് 3 പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്, 4 ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താ? സയൻസ് നോട്ട് റൂൾ ഓഫ് തം. അതായത് നമ്മൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത് സയൻസ് ആണ്, അല്ലെങ്കിൽ അല്ലാതെ റൂൾ ഓഫ് തമ്പ് അല്ല. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ
പണ്ടത്തെ ആളുകൾ പണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒരു മാറ്റം വരുത്താതെ ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. അതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സയൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. രണ്ടാമത്തേത് ഹാർമണി. ഒരു സ്ഥാപനത്തിൽ ഹാർമണി, മാനേജ്മെന്റ് വർക്കേഴ്സും തമ്മിലൊരു ഹാർമണിയാണ് വേണ്ടത്, അതല്ലാതെ ഡിസ്കോർഡ് വഴക്കല്ല വേണ്ടത്. മൂന്നാമത്തേത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് മാനേജ്മെന്റ് വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് എന്ത് ചെയ്യണം? വർക്കേഴ്സിൽ വിശ്വാസം അർപ്പിക്കണം. വർക്കേഴ്സ് ആണെങ്കിലോ മാനേജ്മെന്റിന് വേണ്ട രീതിക്ക് ജോലി ചെയ്ത് തീർക്കണം. നാലാമത്തേത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി. അതായത് ഓരോ എംപ്ലോയിനെയും അയാളുടെ ഫുള്ളായിട്ടുള്ള അയാളുടെ കഴിവിലേക്ക് അയാൾ എന്ത് ചെയ്യണം? നമ്മൾ ഉയർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്? ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഇൻ. മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫീച്ചർ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആണ് അല്ലേ. ഒരു സ്ഥാപനമാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോള് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് പെർവാസീവ് ആണ്. അതായത് എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനിലും ആവശ്യമുള്ള ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷനിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യുന്നുണ്ട്. വർക്ക്, പീപ്പിൾ, ഓപ്പറേഷൻസിനെ എല്ലാം ഇതിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. പിന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരിക്കലും തീരില്ല. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയുടെ വിജയം എന്നതിനേക്കാളും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണത്. മാനേജ്മെന്റ് ഡൈനാമിക് ഫംഗ്ഷൻ. അതായത് മാനേജ്മെന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബിസിനസ്സിൽ എന്ത് മാറ്റം വന്നാലും നമ്മൾ ആ മാറ്റം കൊണ്ടുവരാനുള്ള സ്ഥാപനത്തിൽ അപ്പോൾ അതനുസരിച്ചിട്ട് മാനേജ്മെന്റ് എന്തായിരിക്കണം? ഓരോ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന, പൊരുത്തപ്പെട്ട് പോകുന്ന മാനേജ്മെന്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓർഗനൈസിങ് എന്ന 5ാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാനേജ്മെന്റ് ഡെലിബറേറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ബിസിനസ് സ്ഥാപനത്തിൽ ബോസ്, എംപ്ലോയീസ് ആ രീതിക്ക്. അതല്ലാതെ ഒഴിവ് സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യുക? ഫ്രണ്ട്സ് ആയിട്ട് നിന്നൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകാമല്ലോ, അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ സ്ഥാപനം ഡെലിബറേറ്റ് ആയിട്ട് മാനേജ്മെന്റ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി ഉണ്ടായി വരുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. ഇൻഫോർമൽ ആ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് എന്ന് ഓർത്താൽ മതി. അത് എന്തിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ സോഷ്യൽ കൾച്ചറൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഉണ്ടാകും, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിന് സ്ട്രക്ചർ ഒന്നുമില്ല. ഓരോരുത്തരുടെ ഇമോഷൻ, സെന്റിമെന്റ്സ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ഗ്രൂപ്പ് ആകുന്നത് അല്ലേ. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇൻഫോർമലിൽ അങ്ങനെയൊന്നുമില്ല. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ലൈൻസ് നമ്മുടെ സ്കെലാർ ചെയിനിലൂടെയാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഓരോരുത്തർ കൺവീനിയൻസ്, സൗകര്യം അനുസരിച്ചിട്ടാണ്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മാനേജേഴ്സ് ആയിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സിനെ മെമ്പേഴ്സ് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ മിക്കപ്പോഴും സ്റ്റേബിളാണ്, കാരണം അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചിലപ്പോൾ അവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞൊക്കെ പോകാം. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ വളരെ റിജിഡാണ്, ഭയങ്കര ഹാർഷാണ്. അവിടെ ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല, നേരത്തെ എങ്ങനെ സെറ്റ് ചെയ്തോ അങ്ങനെ തന്നെ പോകേണ്ടി വരും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത്ര അങ്ങോട്ട് റിജിഡ് അല്ല. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ കുറേ റൂൾസ് പാലിക്കാനുണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെയില്ല. ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ആ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ കോർഡിനേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ യൂണിറ്റ്സിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോർഡിനേഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഇൻ സൈസ്. ഓർഗനൈസേഷൻ വലുതാകുന്നതിനനുസരിച്ച് അതിലുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഓരോ എംപ്ലോയീസിനും ഓരോ ശീലമായിരിക്കും, ഓരോ താല്പര്യമായിരിക്കും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ കോർഡിനേഷൻ ആവശ്യമാണ്. രണ്ടാമത്തേത് ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊഡക്റ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, റിസർച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഓരോ ഫങ്ഷൻസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല പല ഒബ്ജക്റ്റീവ് പല പല
ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ളതുകൊണ്ട് ഇവർ തമ്മിൽ ഇടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ആവശ്യമുണ്ട്? കോർഡിനേഷൻ ആവശ്യമുണ്ട്. മൂന്നാമത്തേതാണ് സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റുകൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും? അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ അവർ ഭയങ്കര സെറ്റപ്പാണ്, അവർക്ക് വേറെ ആരുടെ അടുത്തൊന്നും അഭിപ്രായമൊന്നും ചോദിക്കില്ല എന്ന് ഓരോ സ്പെഷ്യലിസ്റ്റും വിചാരിച്ച് എന്ത് ചെയ്യും? അപ്പം അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഇടി വരും അല്ലേ? അപ്പം അങ്ങനെ ഇടിയൊന്നും വരാതിരിക്കാൻ അവിടെയും കോർഡിനേഷൻ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ്? ലീഗൽ ഇതിലേക്ക് എന്ത് വരും എന്നുള്ളത്. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്ന പലതരത്തിലുള്ള റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, ദെൻ ഇൻഫ്ലേഷൻ റേറ്റ്, ഡിഫ്ലേഷൻ റേറ്റ്, എക്കണോമിക് പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ബാങ്ക് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ട്രഡീഷൻ, കസ്റ്റം, ബിലീഫ്, ദെൻ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ സോഷ്യലിൽ വരും. ടെക്നോളജിക്കലിൽ വരുന്നത് എന്താണ്? ടെക്നോളജിക്കലിൽ ന്യൂ ടെക്നോളജി, ന്യൂ പ്രോഡക്ട്സ്, ഇന്നോവേഷൻ, ഇതൊക്കെയാണ് ടെക്നോളജിക്കലിൽ വരുന്നത്. പൊളിറ്റിക്കലിൽ എന്താ വരുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഐഡിയോളജി, ബിസിനസ്സിനോടുള്ള അവരുടെ ഇൻട്രസ്റ്റ്, ദെൻ നമ്മുടെ രാജ്യത്തെ ജനറൽ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റെബിലിറ്റി, എപ്പോഴും ഗവൺമെൻറ് മാറി മാറി വരാണെങ്കിൽ അതൊക്കെ ബിസിനസ്സിനെ ബാധിക്കും. അതൊക്കെ ദെൻ ലീഗൽ എൻവയോൺമെൻറ്റിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ പാസ്സാക്കിയിട്ടുള്ള പലതരത്തിലുള്ള റൂൾസ്, റെഗുലേഷൻസ്, ലോയ്ക്കാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ലെവലിനെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിക്കാം. ടോപ്പ് ലെവലിൽ വരുന്നതാണ് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്, ജനറൽ മാനേജേഴ്സ് ഒക്കെ. ഇവരെന്താ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സോ അവരുടെ ഫംഗ്ഷൻ എന്താ? ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അവരാണ് ഉണ്ടാക്കുന്നത്, പ്ലാൻസും പോളിസീസും പ്രിപ്പയർ ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, മിഡിൽ ലെവലിലേക്ക് വേണ്ട മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യും, ഔട്ട്സൈഡേഴ്സ്, ഗവൺമെൻറ്, പബ്ലിക്, മീഡിയയൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളാണ് വരാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, പ്ലാനിങ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അങ്ങനെയുള്ളത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ റിസൾട്ട് വാച്ച് ചെയ്യും, ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് എടുക്കും, പോളിസീസ് നടപ്പിൽ ഇവർ വരുത്തുന്നതാണ്, ലോവർ ലെവലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതും, മാനേജേഴ്സിനെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എവാലുവേറ്റ് ചെയ്യുന്നു, ടോപ്പ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു, എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ മിഡിൽ ലെവലാണ് ചെയ്യുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ വരുന്നതാണ് ഫോർമാൻ, സൂപ്പർവൈസർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസേഴ്സ് ഒക്കെ. ഇവരെന്താ ചെയ്യുന്നത്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും, വർക്കേഴ്സിന് വേണ്ട ജോബുകൾ അസൈൻ ചെയ്ത് കൊടുക്കും, ഹയർ ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും, എംപ്ലോയീസുമായിട്ട് പേഴ്സണൽ കോൺടാക്റ്റ് വരും. മിഡിൽ ലെവലും വർക്കേഴ്സും തമ്മിൽ ഇവരാണ് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന, എംപ്ലോയീസിന് വേണ്ട ഓൺ ജോബ് ട്രെയിനിങ് ഇവർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 9 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോഴെങ്കിലും ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്